അതാ 2 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഭർത്താവിന് പടച്ചവനെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവരാതെ വരുമ്പോ ആ 2 കൊല്ലം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന പെങ്ങള്, കിടപ്പറയിലെ പിണങ്ങിക്കിടക്കുന്ന പെങ്ങള്, ആ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാരെ, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാണ് ഈ പൊന്നുമോള്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചവർത്തികെട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി. 2 പേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്തിങ്ങനെ തലവെച്ച് കിടക്കുകയാ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുന്നു, തൽഹ ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹ, ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹ. എന്തേ ഉമ്മു സുലൈ? ഒരു മനുഷ്യൻ അമാനത്തായ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, ഒരാൾ അമാനത്തായിട്ടൊരു കാര്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ഉമ്മു സുലൈ റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുമ്പോ അബൂ തൽഹ ചോദിക്കുന്നു, ഏ മണ്ടിപ്പെണ്ണ്, ഉമ്മു സുലൈമേ നിനക്കറിയില്ലേ, അമാനത്തായ സാധനം തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണല്ലോ, അത് കൊടുക്കണമല്ലോ, അത് നിർബന്ധമായിട്ട് കൊടുക്കണമല്ലോ. ഉമ്മു സുലൈമിനോട് പറയുമ്പോ അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈം കരയുകയാ. ഉമ്മു സുലൈ റളിയല്ലാഹു തആല കരയുകയാണ്. എന്തിനാ കരയുന്നത് ഉമ്മു സുലൈമേ, നീ എന്തിനാ കരയുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു അമാനത്തായി നൽകിയ നമ്മുടെ പൊന്നുമോ, അതിനെ അല്ലാഹു തിരിച്ചെടുത്തു തൽഹ. നമ്മുടെ പൊന്നുമകൻ മരിച്ചുപോയി തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങാൻ കഴിയുന്നില്ല, നിലവിളിക്കുകയാണ്. പടച്ചവരെ, പിടഞ്ഞു താഴെ വീണു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ സഹിക്കാൻ കഴിയുന്നില്ല. ഏത് പിതാവിനാണ് താങ്ങാൻ പറ്റുക? തന്റെ പൊന്നാര മക്കള് മരണപ്പെട്ടു പോയാ അതിന്റെ വേദന അനുഭവിച്ചവർക്കല്ലേ അറിയൂ, അതിന്റെ പ്രയാസം ആ മാതാപിതാക്കൾക്കല്ലേ അറിയൂ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാ. ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയോ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ, വീടിനകത്ത് കയറി വന്നപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വിഷമമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഇനി അവളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അബൂ തൽഹ എന്റെ പൊന്നുമകൻ മരിച്ചത് അവൾ എന്നോട് പറഞ്ഞില്ല നബിയേ, അവൾ എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? തൽഹ, അല്ലാഹു ഇതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് നൽകിയില്ലേ തൽഹ? ഏത് ഉമ്മയ്ക്കാ തൽഹ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ, ഏത് പെണ്ണാണ് തന്റെ പൊന്നുമകൻ മരിച്ചാ താങ്ങാൻ കഴിയുന്നത്? ആ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളില് കടിച്ചമർത്തിയിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് നിന്നോടത് പറഞ്ഞിട്ട് അവള് വേദനിപ്പിച്ചില്ലല്ലോ, അവള് നിനക്ക് ഭക്ഷണം തന്നില്ല,
തന്നില്ലേ, നിന്നെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചില്ലേ, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും സാധിച്ചു തന്നില്ലേ, അള്ളാഹു നിനക്ക് ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ ഭാര്യയായിട്ട് തന്നില്ലേ, അബൂ തൽഹാ നീ ക്ഷമിക്ക്. ഇന്നാ ലില്ലാഹി പറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തൽഹാ അൽഹംദുലില്ലാഹ് പറ തൽഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അൽഹംദുലില്ലാഹ് പറയുകയാ. തന്റെ മകൻ മരിച്ചപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ, അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ. പ്രവാചകൻ അവിടെ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ, ഇന്നലെ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ, ഈ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിനക്കൊരു ആൺകുഞ്ഞിനെ തരും തൽഹാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്ത് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാ. പ്രസവിച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹു ഒരു ആൺകുഞ്ഞിനെ തന്നെന്ന് വിളിച്ചു പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിക്കുന്നു, ഉമ്മു സുലൈം എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ. അതാ ഓടിച്ചെന്ന് പ്രസവിച്ച് കിടക്കുന്ന ചോരക്കുഞ്ഞ്, അല്ലാഹുവേ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ചോരക്കുഞ്ഞുമായി മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ. ഒരു മോൻ പോയപ്പോ അല്ലാഹു രണ്ടാമതൊന്നിനെ തന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് മടിയിൽ വെച്ചു, ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. അല്ലാഹുവേ, പ്രവാചകൻ തന്റെ വായിക്കകത്ത് അതാ കാരക്ക വെച്ച് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് മധുരം കൊടുക്കുകയാ. അല്ലാഹുവേ, മുത്തുനബി തന്നെ പേരിട്ട് അബ്ദുല്ലാഹ്. ലോകത്താർക്കാടോ ഇതുപോലെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്? വേറെ ആർക്കായി ഭാഗ്യം കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂൽ തന്നെ ബാങ്ക് വിളിച്ചു, ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു, അവിടെ അബ്ദുള്ള എന്ന് പേരിട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ മധുരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അൽഹംദുലില്ലാഹ്ക്ക് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വളരുകയാണ്. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച് ഹാഫിളാവുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിളായി. അവിടെ നിന്ന് ചെറുപ്പക്കാരനായി, അവിടെ നിന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൂടെ അല്ലാഹു 11 മക്കളെ കൊടുത്തു. അവരുടെ കുടുംബ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മക്കളെ കൊടുത്തു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ആ കുടുംബം മുഴുവനും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ഇല്ലാ യലമൽ ജസാ മഅയലമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ, ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയോ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം വന്നാൽ ക്ഷമിക്കാ തയ്യാറാകണേ, ശുക്ർ ചെയ്യാ തയ്യാറാകണേ, അൽഹംദുലില്ലാഹ് പറയാ തയ്യാറാകണേ. പടച്ചവനെ, ദുനിയാവിലെ വേദനയാകാ, പ്രയാസമാകാ, കണ്ണുനീരാകാ, നഷ്ടമാകാ, എന്തുമായാലും ആഖിറം നഷ്ടപ്പെടൂല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാറില്ലാത്ത അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ നന്മതിന്മകൾ നന്മതിന്മകളെടുത്ത് വെച്ച് തൂക്കുന്ന ത്രാസുണ്ടല്ലോ. അതില് നന്മയുടെ ഭാരം കൂടണോ? ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് പ്രയാസമുണ്ടായ സമയത്ത്, പരീക്ഷണമുണ്ടായ സമയത്ത്, അല്ലാഹുവിന്റെ തീരുമാനമുണ്ടായ
സമയത്ത് ക്ഷമിക്കാൻ തയ്യാറായ അതിനു പകരം അല്ലാഹു മീസാൻ നിറച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയാ. രണ്ടാമത്തെ കാര്യം എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ, ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 5 കലിമത്തുകൾ: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകുമ്പോ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണമുണ്ടാകുമ്പോ, അല്ലാഹുവേ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ, ആ പരീക്ഷണം ക്ഷമിക്കാൻ തയ്യാറായ, ആ പരീക്ഷണത്തിന്റെ സമയത്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്താ, അത് മീസാനിൽ അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 1 മണിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസമാ, ഒരുപാട് നന്മകൾ ചെയ്യേണ്ട മാസമാ. അല്ലാഹു എല്ലാ വഴികളും തുറന്നു തന്നിരിക്കുകയാണ്. ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണ്, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്. പടച്ചവരെ, ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമയമാ. ഒരു നിമിഷം പോലും പാഴാക്കല്ലേ. റഹ്മത്ത് കഴിഞ്ഞല്ലോ, മഗ്ഫിറത്ത് വിട പറയാ പോകുകയാണ്. പടച്ചവനെ, ബദർ ദിനമൊക്കെ കടന്നു വരികയാ. ഇനി നരകമോചനത്തിന്റെ നാളുകൾ കടന്നു വരികയാ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് പടച്ച റബ്ബിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരമുള്ളതാ, ഭാരം കൂടുന്ന 5ാമത്തെ നന്മ എന്തെന്നറിയോ സഹോദരാ? ജീവിതത്തിലെ രഹസ്യമായ എന്തെങ്കിലും നന്മ ചെയ്തു വെക്കോ. ജീവിതത്തിൽ നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്ക് സഹോദരാ. അല്ലാഹുവേ, അത് എന്തുമാകട്ടെ, അത് നിസ്കാരമാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, സദഖകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അദ്കാറുകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമാകട്ടെ, എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നതിൽ കാര്യമില്ല സഹോദരാ. രഹസ്യമായിട്ടൊരു നന്മ നമുക്ക് ചെയ്തു വെക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും ഒരു രഹസ്യമായ നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പടച്ചവരെ രക്ഷപ്പെടുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആരുമില്ലാത്ത റബ്ബിന്റെ കോടതിയില് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്തു വെക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ദുആ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അതാ തസ്തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, തസ്ബീഹ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ. പടച്ചവരെ, എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാതെ നിങ്ങൾ കാത്തുവെക്കൂ. ആ രഹസ്യമായിട്ടുള്ള നന്മ നാളെ മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആരും അറിയാത്ത ഒരു രഹസ്യമായ നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരും അറിയാത്ത
ചെയ്യാത്ത രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്നവരാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തില് ഭക്ഷണം കഴിക്കാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നവരാ. 3 മണിക്ക് 3:30 4 മണിക്ക് എഴുന്നേക്കുന്നവരാണല്ലോ. ആ എഴുന്നേക്കുന്ന സമയത്ത് പൊതുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയുമോ? എന്തായാലും എഴുന്നേക്കുകയല്ലോ, എന്തായാലും എഴുന്നേക്കുകയല്ലോ. ഒരു 2 റക്അത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രാവിലെ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വെക്കാനും എഴുന്നേക്കുന്നവളാണല്ലോ. നിനക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ പെങ്ങള്? അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എടാ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ. പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് ആരും കാണാതെ നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിനക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയണമെങ്കിൽ നീ വിചാരിച്ചാ നടക്കൂല, നീ വിചാരിച്ചാ നടക്കൂല. അതാർക്കാ കഴിയുന്നതെന്നറിയോ? അതാർക്കാ കഴിയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, സ്വഹാബാ, ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെയെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനൊരടയാളമുണ്ട്, അവനൊരടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്. ആ അടയാളം എന്തെന്നറിയോ? അവര് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപ്പയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ മക്കളെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മാ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക. പാതിരാത്രി തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ മാറ്റിക്കിടത്തിയിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അല്ലാഹുവേ, നിന്നെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ഒരു നന്മ നിങ്ങൾ ചെയ്യാ തയ്യാറായാൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാ, എല്ലാവരും തലതാഴ്ത്തി വെച്ചിരിക്കുകയാ. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് യാ വൈലതാ യാ ഖസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് നടക്കുന്ന പരലോകമുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 പേരുടെ തല അവിടെ നിന്ന് ഉയർന്നു നിൽക്കുകയാ. ആ 2 പേരിൽ ഒരാൾ ആരെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച മുസ്ലിമേ, നിന്റെ തലനാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്താ? വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്.
സഖാവ് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗത്തില് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് നന്മയുടെ ഭാരം കൂട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന മാസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. നന്മകൾ അധികരിപ്പിച്ചോ, നന്മകൾ അധികരിപ്പിച്ചോ. രഹസ്യമായിട്ടുള്ള നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നന്മകൾ അധികരിപ്പിക്ക്, നാളെ മീസാൻ നിറയ്ക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലും രഹസ്യമായി ഇത് ചെയ്യ്. അൽഹംദുലില്ലാ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് നീയും അള്ളാഹുവും അല്ലാതെ ആരും അറിയില്ല. ആരെങ്കിലും നിത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തല താഴ്ത്തിപ്പിടിച്ച് നടക്കുന്നവരുടെ ഇടയിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാം. മൂന്ന്, നിനക്ക് ഹിസാബില്ല, ഒരു പേടിയും വേണ്ട, സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞു, ഇനി ദുആഇൻ്റെ സമയമാണ്. അവർ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പിന്നെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാന്യത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സമയം 1 മണിയായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. പൈസ ചെലവില്ലാത്ത, ഒരു ബുദ്ധിമുട്ടില്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന ഒരു നന്മയെ നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറായാൽ, ഞാൻ പറയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി. ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഒരു കാര്യം, ആ ഒരു പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ നമ്മൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് സ്നേഹിക്കുവോ? സ്നേഹിക്കുവോ? ഞാൻ ഓതാനൊന്നും പറഞ്ഞില്ലല്ലോ, സ്നേഹിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഒന്ന് കൈപൊക്കിക്കുക, സ്നേഹിക്കാമെന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ. അതപ്പോൾ അരക്കയ്യന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പ ഇടത് കൈയല്ല വലത് കൈ പൊക്കോളൂ. അൽഹംദുലില്ലാ. ഈ പൊക്കിയത് മതി സ്വർഗത്തിൽ പോകാൻ, വേറൊന്നും വേണ്ട. ആഗ്രഹം ഉണ്ടല്ലോ, ഒരു നന്മ ചെയ്യാനുള്ള ഒരു നല്ല മനസ്സുണ്ടല്ലോ. അള്ളാഹു ഈ മനസ്സ് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ഇവിടെ ഒരു പള്ളി എന്തായാലും ഇവിടെ വരെ കഷ്ടപ്പെട്ടു വന്നു. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് അവിടെ നിന്നിറങ്ങി എന്നിവിടെ വരെ വന്നു. തിരിച്ച് ഇതേ ലെവലിൽ തന്നെ തിരിച്ചങ്ങോട്ട് ഓടാം. തറാവി കഴിഞ്ഞിട്ട് വീണ്ടും നാളെ നിലമ്പൂര് കൂറ്റമ്പാറ അവിടെയാണ് 2 ദിവസത്തെ വഴത്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരെ വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. ഈ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഒരു പള്ളി കെട്ടണമെന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ റമദാൻ മാസം ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പള്ളി പണിയുക എന്നത്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുവാനുള്ള ഒരു പള്ളി പണിയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന്, അതിന് വലുതാകണമെന്നൊന്നുമില്ല. ഒരു കുരുവിയുടെ കൂടിനത്രയും, അല്ലെങ്കിൽ ഒരു കുരുവിയുടെ മുട്ട അത്രയും, എന്താ പറയുക, ചെറിയ അല്ലേ, അത്രയും ചെറുതാണെങ്കിൽ പോലും അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടുന്ന മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, ഒരുപാട് പിരിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഞാനിപ്പോൾ നിർബന്ധിക്കണം. ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണ് ഇവിടെ തങ്ങൾ വന്നിരുന്നു അല്ലേ, മറ്റേ തങ്ങൾ ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ തങ്ങൾ വന്നപ്പോൾ ഏകദേശം അൽഹംദുലില്ലാ ഒരു കോടി രൂപയിൽ പുറത്ത് പൈസ കിട്ടിയെന്ന് സംസാരിക്കുണ്ടായി. അപ്പൊ അൽഹംദുലില്ലാ ഉള്ളവരൊക്കെ കൊടുത്തു, നമുക്കും കൂടാൻ പങ്കാളികളാകാം, അത്രയേ ഉള്ളൂ.
നമുക്കിപ്പോൾ ഒരു ഓടിയില്ലെങ്കിലും അള്ളാഹു നമുക്ക് തന്നതിൽ നിന്നൊരല്പം, സഹോദരിമാരൊക്കെ സ്വർണ്ണം ഇട്ടിരിക്കുക. ഞാനിപ്പോൾ മദീനത്ത് പോയ ദിവസമായിരുന്നു മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ആണ്ട്. മഹദിയുടെ ആണ്ടിൻ്റെ അന്നാണെന്നാലും ജന്നത്തിൽ വക്കീലെ കയറാൻ പറ്റി. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്നിപ്പോൾ നോമ്പ് എത്ര ആയിസാ? ഇന്ന് 13 നോമ്പായി. അൽഹംദുലില്ലാ. ഞാൻ ഭാഗ്യവാനായ. ഇന്ന് ഞാൻ 14ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്നത്. ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ എനിക്ക് അള്ളാഹു ഒരുപാട് ഭാഗ്യം ചെയ്തു ഈ വർഷം. കാരണം നമ്മളിന്ന് ഇവിടെ 30 നോമ്പുണ്ടെങ്കിൽ എനിക്ക് 31 നോമ്പ് കിട്ടും. അതാണ് എൻ്റെ ഭാഗ്യം. ഞാൻ റമളാൻ 1 മക്കത്തായിരുന്നു. അപ്പോൾ ഒരു നോമ്പ് കൂടുതൽ കിട്ടി. ഞാൻ ഏറ്റവും വലിയ സന്തോഷവാനാണ്. കാരണം സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ജബലിന്നൂറിലും വാറിലൊക്കെ അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉംറയ്ക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, എല്ലാവരും കയറിക്കോളെ. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഉസ്താദും കയറണില്ലേന്ന്. എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ കയറി. അവസാനം അതിൻ്റെ മുകളിൽ ചെന്നിട്ട് ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമളാൻ നാളെയാണെന്ന് അറിയുന്നത്. അതിനേക്കാളൊരു സന്തോഷത. ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ കയറി ചെന്നിട്ട് ആ ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മുത്തുനബി ഇരുന്ന ജിബിരിയിൽ ഇറങ്ങി വന്ന ഖുർആനിൻ്റെ ആദ്യ ആയത്തിറങ്ങി ആ ഗുഹയ്ക്കകത്ത് നിൽക്കുമ്പോഴാണ് നാളെ റമളാനാണെന്ന് അറിയുന്നത്. ഇതിനേക്കാളും വലിയൊരു ഭാഗ്യാർക്ക്. ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, ഇതിനേക്കാളും വലിയൊരു അവസരം എൻ്റെ കൂടെ വന്ന പലരും പടച്ചവന് പ്രയാസപ്പെട്ട കയറി വന്നേ. ഞാൻ പറഞ്ഞു നിങ്ങൾ കയറ്, അള്ളാഹു നിങ്ങൾക്കൊരു സന്തോഷം തരും, എന്തെങ്കിലും തരും. സത്യം പറഞ്ഞ ആ വന്നവരൊക്കെ ആ ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ പറയുന്നത് ഉസ്താദെ നാളെ റമളാനാണ്, തറാവി ഉണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതാണ് ഏതൊരു സന്തോഷം. നമ്മുടെ ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് അവിടെയൊക്കെ പോകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എടോ നിങ്ങൾക്ക് പള്ളി പണിയുമ്പോൾ ആ പള്ളിയിൽ പങ്കാളികളാകാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളെല്ലാവരും സ്വർണ്ണമിടാത്ത ഒരാൾ പോലും ഈ മജ്‌ലിസിൽ ഇരിക്കുന്നില്ല. എല്ലാവരുടെ കയ്യിലുമുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും പൈസ ഇഷ്ടം പോലെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമുക്കൊരു മടിയാ. നമ്മളപ്പോൾ തടസ്സങ്ങൾ പറയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പൊന്നുമകളുടെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. നിങ്ങളെല്ലാവരും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കണം. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ടവനാ, ഒന്നുമില്ലാത്തവനാ. മഹർ കൊടുക്കാൻ പോലും ഇല്ലായിരുന്നു. വലീമ നടത്താൻ പോലും ഭക്ഷണമില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അലിയാര് തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോടൊപ്പം രണ്ടുപേരും കുടുംബജീവിതം നയിക്കുകയാണ്. ഫാത്തിമ ബീബി നോക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും ശരീരത്ത് സ്വർണം ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ചില പെണ്ണുങ്ങളുടെ കയ്യിൽ സ്വർണം കാണുമ്പോൾ ഫാത്തിമ ബീബിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു വള വേണം, ഒരു മോതിരം വേണം, ഒരു കമ്മല് വേണം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഫാത്തിമ ബീബിക്ക്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വാങ്ങിക്കൊടുക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല, കഴിവില്ല. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വീട്ടിലേക്ക് ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളുടെ വീടിന്റെ അകത്തേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ വീടിനകത്തേക്ക് കടന്നു വന്നു. അലിയാര് തങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ ഫാത്തിമയ്ക്ക് മനസ്സിലായി എന്തോ ഇന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് ആദ്യമായിട്ടൊരു സ്വർണ്ണവള കൊണ്ടുവന്ന് ഫാത്തിമ ബീവിയുടെ കയ്യിൽ കൊടുത്തു. എത്രയോ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അലിയാര് തങ്ങൾക്കറിയാം ഫാത്തിമയ്ക്ക് സ്വർണം വേണമെന്ന്. എവിടെ നിന്നോ ഒരു സ്വർണ്ണവള കൊണ്ടുവന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഫാത്തിമ സന്തോഷം കൊണ്ട് കരഞ്ഞുവത്രേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ആദ്യമായിട്ടൊരു സ്വർണ്ണവള തൻ്റെ ഭർത്താവ് കൊണ്ട് തന്നതല്ലേ. കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. ഫാത്തിമ ബീബി കയ്യിലിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ കയ്യിലേക്ക് ആ വളയെടുത്തിട്ടിട്ട് ഇങ്ങനെ നോക്കി സന്തോഷം പറഞ്ഞു തീർക്കാൻ പറ്റണില്ല. ഫാത്തിമ ബീബി ആ വളയിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വീട്ടിലേക്ക് കയറി വരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ വാപ്പ വീട്ടിലേക്ക് കയറി വരികയാ. ഫാത്തിമ ബീബിക്ക് സന്തോഷം ഇരട്ടിയായി. പടച്ചവനെ, നബിതങ്ങൾ കാണാൻ ഫാത്തിമ ബീബി ഇങ്ങനെ കൈപൊക്കി കാണിക്കുക. എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തന്ന വള കാണണമല്ലോ, ഇങ്ങനെ കൈപൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക. വാപ്പ കാണട്ടെ എന്ന് കരുതിയിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വളയിട്ട കൈ ഇങ്ങനെ പൊക്കി കാണിക്കുകയാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ മുന്നിൽ വന്നു. വന്ന പ്രവാചകൻ വീടിനകത്ത് കയറാതെ തിരിച്ചു നടന്നു. വീടിന്റെ അകത്തേക്ക് കയറാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പ്രവാചകൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വാപ്പ വീട്ടിൽ കയറാതെ പിണങ്ങി പോകുന്നു. ഫാത്തിമ ബീബി ഇറങ്ങി ഓടി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, എന്തേ ഉപ്പ എൻ്റെ വീട്ടിൽ കയറാതെ പോകുന്നേ? എന്തേ ഉപ്പ എൻ്റെ വീടിനകത്ത് കയറാതെ പോകുന്നത്? ഉപ്പാടെ മുഖമൊക്കെ ചുമന്നിരിക്കുന്നല്ലോ, എന്തേ ഉപ്പ പിണക്ക്? എന്തേ വാപ്പ? തൻ്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമോള് മുത്തുനബിയുടെ കയ്യെ പിടിച്ചിട്ട് യാചിക്കുകയാ, എന്തേ ഉപ്പ എന്നോട് ദേഷ്യം? എൻ്റെ വീടിനകത്ത് കയറാത്തത് എന്തുകൊണ്ടാ? ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അള്ളാന്റെ പള്ളിയുടെ പണി നടക്കുമ്പോ എൻ്റെ മോളുടെ കയ്യിൽ ഒരു സ്വർണവള കിടക്കുന്നല്ലോ. അള്ളാഹുവിന്റെ പള്ളിയുടെ പണി നടക്കുമ്പോ എൻ്റെ മകളുടെ കയ്യിൽ സ്വർണത്തിന്റെ ഒരു വള കിടക്കുന്നല്ലോ. സ്വർഗത്തിൽ പോകണ്ടേ ഫാത്തിമ? അള്ളാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത വള കയ്യിലിട്ടിട്ട് കൊതി പോലും തീർന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് എൻ്റെ മകള് സ്വർണവള ഇട്ടുകൊണ്ട് നടക്കുന്നോ? നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ കയ്യിലിട്ട വള വലിച്ചൂരി എടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ എനിക്ക് സ്വർഗം മതി വാപ്പാ, സ്വർണം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് സ്വർഗമാണ്. എനിക്ക് അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ കിടന്ന അവ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു വള പോലും ഊരിക്കൊടുത്തു.